സംസ്ഥാനത്ത് പഞ്ചസാര വിലയിൽ ഉണ്ടായത് വൻ വർധനയാണ്. 20 ദിവസത്തിനിടെ 10 മുതൽ 12 രൂപ വരെയാണ് കൂടിയത്. തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് എത്തിക്കുന്ന പഞ്ചസാരയ്ക്കാണ് തീവില. നിലവിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 52 രൂപ നൽകണം. 20 ദിവസങ്ങൾക്ക് മുമ്പ് ഇത് കേവലം 42 രൂപയായിരുന്നു. ശർക്കരയുടെ വിലയിലും വർധനയുണ്ട്. കരിമ്പ് ലഭ്യത കുറഞ്ഞതാണ് പഞ്ചസാര ഉൽപ്പാദനത്തെ ബാധിച്ചത്. E20 പെട്രോൾ. ഇക്ബാൽ ഇറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. ഓണം അടുക്കാറായി. അപ്പോഴേക്കും സാധനങ്ങളുടെ വിലയെല്ലാം കുത്തനെ കൂടുകയാണ്. പ്രത്യേകിച്ചും പഞ്ചസാരയുടെ വിലയൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കാണ് പോകുന്നത്. 20 ദിവസം മുമ്പ് 42 രൂപയുണ്ടായിരുന്ന പഞ്ചസാര ഇപ്പോഴിതാ 50 രൂപയ്ക്ക് മുകളിലാണ്. 52 രൂപയാണ് 1 കിലോ പഞ്ചസാരയ്ക്ക് ഇപ്പോൾ നൽകേണ്ടി വരുന്നത്. ചേട്ടാ, ഇപ്പോൾ നിലവിൽ ഇന്ന് എത്ര രൂപയാണ് പഞ്ചസാരയ്ക്ക്? 49 രൂപ 80 പൈസ 1 കിലോയുടെ വില. ഏത് പഞ്ചസാരയ്ക്ക്? അത് നമ്മുടെ മഹാരാഷ്ട്ര. മറ്റത് ശരിക്കും 50 രൂപ ആവും. ശക്തിക്ക് തമിഴ്നാട്. അതെ, അത് 50 രൂപ. കുറച്ചുകൂടെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഇതെന്താ കാരണം? എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വില കൂടാൻ കാരണം എന്താണ്? അത് പ്രത്യേകിച്ച് കാരണം വണ്ടികൾ ലോഡാകുന്നില്ല, സെറ്റാകുന്നില്ല. അതൊന്ന്. പിന്നെ മഴയുടെ പ്രശ്നം, വണ്ടികൾ സെറ്റാകുന്നില്ല. പിന്നെ ഷോർട്ടേജ് ഉണ്ട്. അതൊക്കെ തന്നെയാണ്. വില കുറഞ്ഞു. പിന്നെ ആവശ്യങ്ങൾ കൂടി. ഉത്സവ സീസണല്ലേ, അതുകൊണ്ട് പൊതുവെ എല്ലാ സാധനങ്ങളും കൂടുന്നതിനനുസരിച്ച് നിത്യോപയോഗ സാധനത്തിൻ്റെ ലഭ്യപ്പെടാൻ കാരണം പഞ്ചസാരയ്ക്ക് കുറച്ച് കൂടും. ഏതായാലും വലിയങ്ങാടി മാർക്കറ്റിൽ ഇവിടെ നമുക്കൊപ്പം നിരവധി നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികൾ കൂടിയാണ്. ചേട്ടാ, എന്താണ് പഞ്ചസാരക്കൊക്കെ വില കൂടിയെന്നാണ് പറയുന്നത്? ഓണായില്ലേ, ഇപ്പോൾ ഈ വിലക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇനിയും കൂടുന്ന കൂടാനും സാധ്യതയുള്ളത്. എന്ത് ചെയ്യപ്പോൾ ഓണമൊക്കെ ആഘോഷിക്കാൻ? എന്താപ്പോൾ ഓണം ആഘോഷിക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും ചെയ്യേണ്ടി വരും. പക്ഷെ വില കൂടുന്നത് തടയേണ്ടി വേണം. ഓണാഘോഷം മാത്രമല്ല, ഒരു ചായ കുടിക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് പഞ്ചസാര ബുദ്ധിമുട്ടാണ്. ചായ കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. 20 റുപ്യ വാങ്ങുന്നുണ്ട്, 15 റുപ്യ വാങ്ങുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ഞങ്ങൾക്ക് കൂലിയും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രശ്നങ്ങളാകുന്നത്. നിത്യോപയോഗ സാധനത്തിൽ എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറയുകയാണെങ്കിലും യുദ്ധത്തിനെ മുൻനിർത്തിയിട്ടാണ് പറഞ്ഞത്. യുദ്ധം കാരണം എക്യൂപ്മെൻറ്റ് വരുന്നില്ല, അതിൻ്റെ മെറ്റീരിയൽ വരുന്നില്ല. ഇതാണ് ഒരു പ്രധാനമായിട്ട് പറയാനുള്ള കാരണം. ഇപ്പോൾ ലോഡും കുറവായിട്ട് കുറവാണ് വരുന്നത്. പഞ്ചസാര അല്ലാണ്ട് മലയാളിക്ക് ഒരു ജീവിതം ഉണ്ടോ? ഒരിക്കലുമില്ല. പഞ്ചസാരയാണ് നമ്മുടെ പഞ്ചസാര. അതില്ലാതെ നമുക്ക് കഴിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഓണം എടുത്ത സമയമല്ലേ. ഓണമൊക്കെ ബുദ്ധിമുട്ടാവും. എന്തായാലും മലയാളികൾക്ക് ഓണ സദ്യ കഴിച്ചാൽ കുറച്ച് പഞ്ചസാര കിട്ട ഈ ഒരു പായസം കുടിക്കാനുള്ളൊരു ശീലമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയാണ് പഞ്ചസാരയുടെ വില വർദ്ധിച്ച് പോകുന്നെങ്കിൽ ഓണത്തിന് ഈ പായസം കുടിക്കാൻ കുറച്ച് കൈപൊള്ളിയതിന് ശേഷം മാത്രമേ കുടിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാരും വ്യാപാരികളും പറയുന്നത്. ഇപ്പോൾ തന്നെ പഞ്ചസാരയ്ക്ക് 1 കിലോ 50, 51, 52 രൂപയാണ് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച്. ഇനി ഓണം ആകുമ്പോഴേക്കും അത് വില വീണ്ടും ഉയരുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.